തന്നെ ഈ ചെറിയ കുപ്പികൾ നമ്മുടെ മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡിഷ് വാഷ് നമുക്ക് കലക്കി വെക്കാനാണേലും അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ റെഡിയാക്കി നമുക്ക് തളിക്കാനാണേലും പല്ലിക്കാണേലും ഒക്കെ തളിക്കുകയൊക്കെ ചെയ്യുന്നതിന് അതിന് പറ്റും. അതേപോലെ തന്നെ മഴ സമയത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം ബൾബിലൊക്കെ നമ്മൾ ഈ വീട്ടിലെ മൃഗങ്ങളെ കോഴികളെ അതേപോലെയൊക്കെ വളർത്തുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കാറുണ്ടല്ലോ രാത്രി സമയത്ത്. അപ്പോൾ അത് മഴവെള്ളം വീണിട്ട് പ്രശ്നമാകും. അപ്പോൾ ഇതേപോലെ കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുക്കുക കേട്ടോ. അപ്പം കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതേപോലത്തെ വലിയ കുപ്പിയെ എടുക്കാവുള്ളൂ. ആണോ, ഈ വലിയ കുപ്പിയാണ്. വലിയ കുപ്പിയുടെ ആ മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ഈ മൂടിക്കകത്തൊരു ഹോളിട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് ഒരു പപ്പടക്കമ്പി ചൂടാക്കിയിട്ടൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൂടെ വേണം വയറ് കടത്താനായിട്ട് കേട്ടോ, ബൾബിൻ്റെ വയറ് കടത്താനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് വേണ്ട ഇതിനകത്തൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ രാത്രി എന്തെങ്കിലുമൊക്കെ അനക്കം കേട്ടാലൊക്കെ നമുക്ക് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കാൻ, നമുക്ക് കോഴിക്കൂടിൻ്റെ അടുത്താണെങ്കിലും അതേപോലെ പട്ടിയൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ ഒരു ബൾബിട്ട് കൊടുക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ മൂടിയുടെ ഹോളിനകത്തൂടെ ഈ വയറങ്ങ് കടത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഹോൾഡർ കുപ്പിക്കകത്തോട്ട് ഇറക്കിയിട്ട് ആ വയർ ഇതിനകത്തൂടെ കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് ബൾബിട്ട് കൊടുക്കാം. ഇതേപോലെ അപ്പോൾ വയറിനകത്ത് വെള്ളം വീഴത്തില്ല. നമുക്ക് ആ ഭാഗത്ത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തൂടെ വെള്ളം ഇറങ്ങില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്തൂടെ മൂടിക്കകത്തൂടെ വെള്ളം ഇറങ്ങത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ അത് ആ ഭാഗത്ത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്കപ്പം ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ടൈറ്റായിട്ട് സ്വല്പം മാത്രം മതി ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മൂടിക്കകത്തൂടെ വെള്ളം ഇറങ്ങി ബൾബിനകത്തോട്ട് പോവില്ല. അപ്പോൾ മഴ സമയത്ത് നമുക്കിത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. മഴ സമയത്ത് വെള്ളം വീഴാതെ, ബൾബിനകത്തൊന്നും വെള്ളം വീഴാതെ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി നാളുകൊണ്ട് ഈ രീതിയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പം കണ്ടേ നല്ല ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് നല്ല ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ഇറങ്ങത്തില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ബൾബിട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പം തൊണ്ട് അതിനകത്ത് ബൾബ് കയറ്റിയിട്ടുണ്ട്. ഹോൾഡറിനകത്ത് ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊണ്ട് വാഴയുടെ ചുവട്ടിൽ തന്നെയാണ് ഞാൻ ഈ ബൾബ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തൊണ്ട് കത്തിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. ഇനി മഴ സമയത്ത് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഒട്ടും ഒരു തുള്ളി പോലും വെള്ളം വീഴാതെ കണ്ടാൽ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കണ്ടോ, അപ്പോൾ എത്ര നല്ല പെരുമഴയായിട്ട് പോലും അതിനകത്ത് ഒരു സ്വല്പം പോലും വെള്ളം വീഴുന്നില്ല. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർക്ക് ഇതേപോലെയൊക്കെ കുട്ടികളുടെ ഓരോ ഭാഗങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നായിരിക്കും.